ഫുട്ബോൾ ലോകമേ കൺതുറന്ന് കാണുക. തുടർച്ചയായ രണ്ടാം വേൾഡ് കപ്പ് മത്സരത്തിൽ അയാൾ 5 ഗോൾ നേടിയിരിക്കുന്നു. വെറും 2 മത്സരത്തിൽ ലിയോയുടെ 5ാം ഗോൾ. വേൾഡ് കപ്പ് മത്സരത്തിന് തുടക്കത്തിൽ തന്നെ ഓസ്ട്രിയ എന്ന വമ്പന്മാരെ കുറിച്ചായിരുന്നു ഫുട്ബോൾ ലോകം തിരഞ്ഞത്. അവസാനമായ 10 മത്സരങ്ങളിൽ തോൽവിയില്ല. മോഡേൺ ഫുട്ബോളിലെ ഹൈ പ്രസ്സിംഗ് എന്തെന്ന് കൃത്യമായി കാണിച്ചു തന്ന പരിശീലകനായ കാഫ്രാക്നിക്കാണ് പരിശീലകൻ. സ്പേസ് അനുവദിക്കില്ല, അർജന്റീനയുടെ പൊസിഷൻ പ്ലേ അനുവദിക്കില്ല. ഹൈ പ്രസ്സിംഗ് എന്തെന്ന്, ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ എന്തെന്ന് കാണിച്ചു തരാനാകുന്ന 90 മിനിറ്റുകളെയാണ് കാഫ്രാക്നിക് ക്ഷണിച്ചിരുന്നത്. എന്നാൽ അയാൾക്കില്ലാത്തത് സ്കലോണിയുടെ ആയുധപ്പുരയിലുണ്ടായിരുന്നു. ആ 10ാം നമ്പറുകാരൻ തന്നെ. ലിയണൽ മെസ്സിക്ക് മത്സരത്തിൻ്റെ 5ാം മിനിറ്റിൽ തന്നെ പെനാൽറ്റി ലഭിക്കുന്നുണ്ട്. ഇരു ടീമുകളുടെയും ആക്രമണത്തിനൊടുക്കം ലൗതാരോ മാർട്ടിനസിൻ്റെ മിന്നൽ ആക്രമണത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന് അർജന്റീനയ്ക്ക് അനുകൂലമായി പെനാൽറ്റി സ്പോട്ടിലേക്ക് നടന്നു നീങ്ങിയ ലിയണൽ മെസ്സിയുടെ റെക്കോർഡാണ് ഫുട്ബോൾ ലോകം ആദ്യം തന്നെ കണ്ടത്. ഈ ഗോളോടെ മെസ്സി റെക്കോർഡ് കുറിക്കും. പക്ഷേ ഫുട്ബോൾ ലോകത്തിന് തെറ്റി. മെസ്സിയുടെ പെനാൽറ്റി പാഴായിരിക്കുന്നു. മത്സരത്തിൻ്റെ 5ാം മിനിറ്റിൽ തന്നെ മുന്നിലെത്താനുള്ള അർജന്റീനയുടെ സുവർണാവസരമാണ് ലിയണൽ മെസ്സി കളഞ്ഞു കുളിച്ചത്. അർജന്റീനൻ ആരാധകർക്കുമേൽ എതിർ ആരാധകരുടെ സംഹാര താണ്ഡവമായിരുന്നു മെസ്സിയുടെ പെനാൽറ്റി മിസ്. പിന്നെ പതിയെ ഓസ്ട്രിയ കളി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. മധ്യനിരയിൽ ഇരു ടീമുകളും പന്തിനായി കൊമ്പ് കോർത്തു. എന്താണ് മോഡേൺ ഫുട്ബോളിലെ ഹൈ പ്രസ്സിംഗ് എന്ന് ആ നിമിഷം നമ്മൾ കണ്ടു തുടങ്ങി. പരിക്കുകളായിരുന്നു കൂടുതലും. ഇരു ടീമുകളുടെയും പരിക്കൻ ഇൻ്റർസെപ്ഷനുകൾ കണ്ടു, പരിക്കൻ പ്രസ്സിംഗ് കണ്ടു. മത്സരത്തിലെ തുടക്കം മുതൽ തന്നെ റഫറിയുടെ ഫൗൾ വിസിലുകളുടെ പ്രയാണം ആരംഭിക്കുകയായിരുന്നു. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ അർജന്റീനയ്ക്ക് മേൽ ഒരു സമ്മർദ്ദം തന്നെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആദ്യ മിനിറ്റുകളിൽ കണ്ടത് ഓസ്ട്രിയയുടെ കൗണ്ടർ അറ്റാക്കുകളും പ്രസ്സിങ്ങുമാണ്. മത്സരത്തിൻ്റെ 38ാം മിനിറ്റിലാണ് കളി ഗതി മാറ്റിമറിച്ച ലിയോയുടെ ഗോൾ പിറക്കുന്നത്. ഇടത് വിങ്ങിൽ നിന്ന് ഫക്കുണ്ടോ മെദീന മറിച്ചു നൽകിയ പന്ത് ഓടിയെടുത്ത തിയാഗോ അൽമേഡ ഫുട്ബോൾ ലോകത്തെ എല്ലാം കാഴ്ചക്കാരാക്കിക്കൊണ്ട് ഫേക്ക് ചെയ്യുന്നു. ഒടുവിൽ പന്ത് ലിയോയുടെ കാലുകളിലേക്ക്. പിന്നെ പന്തിനെ കാണുന്നത് ഗോൾ വലയിലാണ്. ഡിഫൻസിനെയും ഗോൾ കീപ്പറെയും കാഴ്ചക്കാരാക്കിക്കൊണ്ട് ലിയണൽ മെസ്സി വേൾഡ് കപ്പിലെ തൻ്റെ 2ാം മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ വീണ്ടും ഗോൾ നേടിയിരിക്കുന്നു. വാട്ട് എ ഫിനിഷിംഗ്! മെസ്സിയുടെ 38ാം മിനിറ്റിലെ ഈ ഗോൾ റയൽ മാഡ്രിഡ് ആരാധകരെ പലരെയും ഒന്ന് ചിന്തിപ്പിച്ചിട്ടുണ്ടാകും. അവർ വർഷങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടാകും. എൽ ക്ലാസിക്കോയിൽ ലിയോയുടെ ഐക്കോണിക് സെലിബ്രേഷൻ പിറന്ന ആ ഗോളിനും ഏറെ സാമ്യമുള്ളതായിരുന്നു ഈ ഗോളും. ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ കളിക്കുന്ന ഓസ്ട്രിയയുടെ നെഞ്ചകം തകർത്ത ഗോളിനൊപ്പം ലിയോ മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കി. വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും വിലയേറിയ റെക്കോർഡുകളിലൊന്ന്. വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവനെന്ന മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളിനൊപ്പം നിന്ന ലിയോ ആ ചരിത്രം അങ്ങു മാറ്റി. ഇനി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവനെന്ന റെക്കോർഡ് ലിയോയുടെ പേരിലാകും. ആ 38ാം മിനിറ്റിലെ ഗോളോടെ 17 ഗോളുമായി മിറോസ്ലാവ് ക്ലോസയെ ലിയോ മറികടന്നു. 38ാം മിനിറ്റിൽ വഴങ്ങിയ ഗോൾ ആദ്യ പകുതിയിൽ തന്നെ തിരിച്ചടിക്കുക എന്ന ഓസ്ട്രിയയുടെ ശ്രമങ്ങൾക്ക് അർജന്റീൻ മധ്യനിര വിലങ്ങുതണിയായി നിന്നു. 1 ഇഞ്ച് സ്പേസ് അനുവദിക്കാതിരിക്കുക എന്ന മനോഹരമായ തന്ത്രം സ്കലോണി പയറ്റിയപ്പോൾ എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററും റോഡ്രിഗോ ഡിപ്പോളുമെല്ലാം അതിനാക്കം കൂട്ടി. മധ്യനിരയിൽ ഒരു തുള്ളി സ്പേസ് അനുവദിച്ചില്ല. അങ്ങനെ ലോകം കാത്തിരുന്ന മോഡേൺ ഫുട്ബോളിൻ്റെ ആദ്യ പകുതിക്ക് വിരാമം കുറിക്കുന്നു. ലിയോണൽ മെസ്സിയുടെ പെനാൽറ്റി മിസ്സായതിന് അതിലും മനോഹരമായ വെടിച്ചില്ല് ഗോളോടെ ലിയോ കളം നിറയുന്നു. 2ാം പകുതിയിൽ ഒരു കാര്യം ഉറപ്പായിരുന്നു. ഓസ്ട്രിയ ഉടനെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. മത്സരം തുടങ്ങി ആദ്യ മിനിറ്റുകളിൽ അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അർജന്റീൻ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന ഓസ്ട്രിയൻ താരങ്ങൾ. അർജന്റീനയുടെ ക്യുക്ക് കൗണ്ടറുകൾ മാത്രമാണ് ഓസ്ട്രിയയെ വിറപ്പിച്ചത്. എന്നാൽ പന്ത് കിട്ടുമ്പോൾ പൊസിഷൻ ഗെയിമിലേക്ക് മാറിയ അർജന്റീനയെ തകർക്കാൻ ഓസ്ട്രിയൻ താരങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ നിമിഷം. ഗ്രൗണ്ടിൽ പിറന്നത് 25 ഫൗളുകളാണ്, 4 യെല്ലോ കാർഡുകൾ. മധ്യനിര കൈവശം വെക്കാൻ ഇരു ടീമുകളും പോരാടിയ രാത്രി കൂടിയായിരുന്നു കഴിഞ്ഞു പോയത്. മധ്യനിരയിൽ ആര് ബോൾ ഡൊമിനേറ്റ് ചെയ്യുന്നോ അവർ വിൻ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. ഡിപ്പോളും മലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും അടങ്ങുന്ന അർജന്റീൻ മധ്യനിര വിട്ടുകൊടുക്കാൻ സ്കലോണി ഒരിക്കലും തയ്യാറായിരുന്നില്ല. ബോൾ പൊസിഷനിലും ബോൾ റിക്കവറിയിലുമെല്ലാം അർജന്റീൻ സർവാധിപത്യം കണ്ടപ്പോൾ മത്സരം 1-0 എന്ന സ്കോറിന് അർജന്റീന വിജയിക്കുമെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ സ്കോർ 1-ൽ ഒതുക്കാൻ ലിയോക്കും കൂട്ടർക്കും താല്പര്യമില്ലായിരുന്നു. മത്സരത്തിൻ്റെ 95ാം മിനിറ്റിൽ ഓസ്ട്രിയയുടെ ഹൈലൈൻ ഡിഫൻസിനുമേൽ ലിയണൽ മെസ്സിയുടെ കൗണ്ടർ അറ്റാക്ക്. മെസ്സി ഹൂലിൻ അൽവരസിലേക്ക് പന്തെത്തിക്കുന്നു. പക്ഷേ ഹൂലിൻ അൽവരസിൻ്റെ ഫിനിഷിംഗ് പാളുന്നു.
പിന്നെ പന്തെത്തുന്നത് ലിയാൻഡ്രോ പെരഡസിലേക്കാണ്. പെരഡസ് മെസ്സിക്ക് നീക്കി നൽകിയ പന്ത് ലിയണൽ മെസ്സി 2-3 തവണ വട്ടം കറക്കിയതിന് ശേഷം ഷോട്ട് ഉതിർക്കുന്നുണ്ട്. തട്ടിത്തെറിച്ച് വന്ന പന്ത് ലിയോയുടെ കാലുകളിലേക്ക് തന്നെ. ഡിഫൻഡറുടെ കാലുകൾക്കിടയിലൂടെ പന്തിനെ ഗോൾവലയിലേക്ക് പായിപ്പിച്ച് ലിയണൽ മെസ്സി ചരിത്രം വീണ്ടും തിരുത്തുന്നുണ്ട്. മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന ലിയണൽ മെസ്സി തൻ്റെ ഗോൾ നേട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫുട്ബോൾ ലോകമേ തുറന്ന് കാണുക. അയാൾ 2 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളാണ് നേടിയത്. സ്പെയിനും ബ്രസീലും നേടിയ ഗോളിനേക്കാൾ കൂടുതൽ അയാൾ ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നു. ലോക ഫുട്ബോളിനെയും ഓസ്ട്രിയയുടെ മോഡേൺ ഫുട്ബോളിനെയും ലിയോ വിറപ്പിച്ചിരിക്കുന്നു. ലോകം ഇന്നേ വരെ ചരിത്രത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു 39-കാരൻ്റെ അഴിഞ്ഞാട്ടമാണ് വേൾഡ് കപ്പ് കാണുന്നത്. ആദ്യ മത്സരത്തിൽ അൾജീരിയയെ 3 ഗോളുകൾക്ക് തകർത്തപ്പോൾ ഹാട്രിക്കുമായി കളം നിറഞ്ഞവൻ ഓസ്ട്രിയക്കെതിരായുള്ള 2-0 വിജയത്തിലും അർജന്റീനയുടെ 2 ഗോളുകളും നേടുന്നു. ഗ്രൂപ്പിൽ ഒരു വെല്ലുവിളികളുമില്ലാതെ ലിയോ മെസ്സിയുടെയും സ്കലോണിയുടെയും അർജന്റീന റൗണ്ട് ഓഫ് 32ലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. മുന്നിൽ കിട്ടിയവരെയെല്ലാം പച്ചക്ക് കത്തിക്കുന്ന സ്കലോണിയുടെ അർജന്റീനക്ക് മാറ്റങ്ങളൊന്നുമില്ല. 2022 ഇവിടെയും ആവർത്തിക്കും. അർജന്റീന വീണ്ടും ലോക ജേതാക്കളാകും. ചിലപ്പോൾ ലിയണൽ മെസ്സി ഗോൾഡൻ ബൂട്ടിനും ഗോൾഡൻ ബോളിനും അർഹനായെന്ന് വരാം. ഞെട്ടിത്തരിക്കേണ്ട, ലിയോ അങ്ങനെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാൾ മൂർച്ചയുള്ള ലിയോ മെസ്സിയെയാണ് ഈ വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്നത്. ഗ്രൗണ്ടിൽ മരിക്കാനും തയ്യാറായ ഒരു കൂട്ടം സൈന്യത്തെയാണ് സ്കലോണിപ്പട ഗ്രൗണ്ടിലേക്ക് അയക്കുന്നത്. ഈ മത്സരത്തിൽ അത് വ്യക്തമായിരുന്നു. ഒരു തുള്ളി സ്പേസ് ഓസ്ട്രിയക്ക് അനുവദിക്കരുതെന്ന സ്കലോണിയുടെ പ്രസ്താവനയായിരിക്കാം ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. തുടർച്ചയായ 10 മത്സരങ്ങളോളം തോൽവിയറിയാതെ വന്ന ഓസ്ട്രിയ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തകർത്തെറിഞ്ഞിരിക്കുന്നു. ഫ്രാൻസിനെയും നോർവേയെയും നെതർലാൻഡിനെയും എല്ലാം വിറപ്പിച്ചെത്തിയ അതേ ഓസ്ട്രിയയാണ് സ്കലോണിയുടെ അർജന്റീന തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇനി വരുന്ന പോരാട്ടം ജോർദാനെതിരെയാണ്. അവിടെയും ഗോളടിമേളം തന്നെയാണ് അർജന്റീന ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.